അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പുതിയതായിട്ടൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. പഴയത് ഭയങ്കര കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിന് അലർജി ഉള്ളതുകൊണ്ട് എനിക്ക് ഹാൻഡ് വാഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പുതിയൊരു മെഷീൻ വാങ്ങിച്ചു. വേൾപൂളിൻ്റെ ആണ് ഇത്. സാധാരണ സെമി ഓട്ടോമാറ്റിക്കാണ്. മുന്നേ അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതൊരു പുതിയ ടൈപ്പ് ഒരു മോഡലാണ്. 7.5 കിലോ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. കുഴപ്പമില്ല, നല്ല ഇഷ്ടപ്പെട്ടു. ഇത് അതിൻ്റെ സ്പിന്ന് ചെയ്യുന്ന ടബാണ്. അപ്പോൾ അത് ഞങ്ങൾ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇനോഗ്രേഷൻ മാളുവിനെ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ അവളുടെ കുറച്ച് ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് അതൊക്കെ കളിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അവൾ കഴുകുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് അവൾക്ക് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആളാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻസൊക്കെ ചെയ്യണത്. വീഡിയോ പിടിക്കുന്നതും അവൾ തന്നെയാണ്. ഇപ്പോൾ നല്ലോണം അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ തന്നെ ഇതൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് തൂക്കിയിട്ടു. അപ്പോൾ ഇതൊരു ബാഗ് പോലത്തെ മോഡലായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ മുന്നേ ഡ്രസ്സുകളൊക്കെ കഴുകാനിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ തന്നെ മടക്കാനായിട്ട് അകത്തോടുന്ന് വെച്ചിരിക്കുകയാണ്. ഇത് പണ്ടത്തെ ഒരു പാവയാണ്. അപ്പോൾ അവിടെ ഒരു പൂള മരമുണ്ട്, അതായത് പഞ്ഞി ഉണ്ടാവണ കായ. അപ്പോൾ അതൊരു 4 പൊട്ടിച്ചു. ഇതിൻ്റെ വയർ ഭാഗമൊക്കെ ഭയങ്കര ഒട്ടിക്കെടുക്കുകയാണ്. മോന് ഏറ്റവും ഇഷ്ടമുള്ള പാവയാണിത്. അപ്പോൾ അത് കേടുവന്നിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പഞ്ഞി സംഘടിപ്പിച്ചതാണ്. അപ്പോൾ അതും മാളുവിന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വെറുതെ ചെയ്യാനായിട്ട്. അപ്പോൾ ആൾ തന്നെ അത് കഷ്ടപ്പെട്ട് അത് തുറക്കുകയാണ്. ഈ പഞ്ഞിക്കായൊക്കെ പണ്ടൊക്കെ ഇങ്ങനത്തെ ഉപയോഗിച്ചിട്ട് കിടക്ക തലേണയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ അമ്മ ഇഷ്ടംപോലെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ അവളൊരെണ്ണം ആക്കിയപ്പോൾ ഈസി ആയിട്ട് പഠിച്ചു. ഇനി ആളതിൻ്റെ കുരുവും പഞ്ഞിയൊക്കെ വേർപ്പെടുത്തിയിട്ട് പാവയുടെ ഉള്ളിൽ വയർ ഭാഗത്തുള്ള പഞ്ഞി അതിൻ്റെ ഫറൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ, അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ അതിന് പകരമായിട്ട് ഈ പഞ്ഞി എടുത്ത് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അടുക്കടുക്കാക്കി വെച്ച പോലെയാണ് ഇരിക്കുന്നത്. ഇത്രയും കുരുവൊക്കെ ആൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പഞ്ഞിയൊക്കെ വേർപ്പെടുത്തി എടുത്തപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അവൾ ഈ പാവക്കുട്ടിയുമേ അതിൻ്റെ വയർ ഭാഗവും കാലും എല്ലാം പോയി കിടക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്തിട്ട് അത് നന്നായി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് അത്ര ഫിനിഷിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കുറേ പഴക്കമുള്ള പാവയാണ്. പക്ഷേ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇത് കൈപിടിച്ച് നടക്കാൻ കളിപ്പിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഒരുവിധമൊക്കെ കുട്ടപ്പനാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തു. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരിവായിരുന്നു അതിങ്ങനെയായി. അപ്പോൾ മോനാണെങ്കിൽ ഇത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ആളിത് കിട്ടിയപ്പോൾ തൊട്ട് പിന്നെ അതിനെ കൈപിടിച്ചിട്ടാണ് കംപ്ലീറ്റ് ആയ കളികളും മുഴുവനും. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സുകൾ മടക്കി വയ്ക്കുകയാണ്. മാളുവിൻ്റെയും അവളുടെ അനിയൻ്റെയും ഡ്രസ്സുകൾ ആളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ എൻ്റെയും ഭരതൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാനും മടക്കി വയ്ക്കും. ഭരതൻ്റെ അധികമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് ഈ കാർഡ് വെച്ചിട്ട് മടക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ ചെറിയ ഡ്രസ്സുകളൊക്കെ ഇതുപോലെ മടക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ രണ്ടുപേരും കൂടി ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടാണ് മിക്കപ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ മടക്കി വയ്ക്കാറ്. അപ്പോൾ എന്നോട് ഒരു സബ്സ്ക്രൈബർ അപ്പോൾ ഒന്ന് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതറിയാതെ വന്നു പോകുന്നതാണ്, സോറി. പാട്ടൊക്കെ പാടിയിട്ടാണ് ഞങ്ങളിത് മടക്കുന്നത്. ആ പാട്ടിൻ്റെ വോയിസൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കുന്നുള്ളതുകൊണ്ടാണ് അതൊക്കെ ഞങ്ങൾ മ്യൂട്ട് ചെയ്തു. എല്ലാതും മടക്കിയിട്ട് ഞങ്ങൾ താഴത്തേക്ക് കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ ഈ ബോക്സിലിട്ടിട്ട് എല്ലാതും കളക്ട് ചെയ്ത് താഴത്തേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്കുള്ള വാതിൽ അടച്ചു. താഴത്ത് ഇതൊക്കെ സെക്ഷൻ തിരിച്ച് വെക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് 2 മാളുവിൻ്റെ യൂണിഫോമാണ്. അപ്പോൾ അത് ആൾ തന്നെ എടുത്തു വെച്ചു.
പിന്നെ മാളവികയുടെ ഡ്രസ്സൊക്കെ ആൾ തന്നെയാണ് എടുത്ത് വയ്ക്കുക. ഞാൻ എൻ്റെയും ലച്ചുവിൻ്റെയൊക്കെ ഞാൻ വേഗം അറേഞ്ച് ചെയ്ത് കബോർഡിനുള്ളിലേക്ക് വയ്ക്കുകയാണ്. ഈ ബോക്സൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കാർഡ്ബോർഡിൻ്റെ ബോക്സ് വെച്ചിട്ട് അതിൽ തുണി കവർ ചെയ്തിട്ട് ഞാൻ ഈ ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ പില്ലോ കവറൊക്കെ അവിടെ വെച്ചു. അതുപോലെ മോൻ്റെ ഡ്രസ്സൊക്കെ നല്ലതൊക്കെ അതിലേക്ക് മടക്കി വെച്ചു. മാളുവിൻ്റെ ഡ്രസ്സൊക്കെ മാളു തന്നെയാണ് എടുത്തു വയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ ആൾ വെച്ചിട്ട് നോക്കുമ്പോൾ കാണില്ലല്ലോ. അപ്പോൾ മാളു തന്നെ സ്വന്തമായിട്ട് എടുത്തു വയ്ക്കും. അപ്പോൾ ആൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ എടുത്തു വയ്ക്കാൻ. അവളുടെ അനിയൻ്റെ കയ്യിലും ഡ്രസ്സുകളൊക്കെ എടുത്തു വയ്ക്കാനൊക്കെ അവൾ സഹായിക്കും. ഇനിയിപ്പോൾ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ ടൈമായി. ഞാനപ്പോൾ ഒരു ഓംലെറ്റാണ്, സാമ്പാറും പിന്നെ ഇന്നലെ വെച്ച മോരുകറി ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രണ്ട് മുട്ട എടുത്തിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർക്കുന്നുണ്ട്. 2 മുട്ട. അപ്പോൾ ചോപ്പറിലിട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് 2 മിക്സ് ചെയ്തെടുക്കും. എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും. ഈ സമയത്ത് 2-3 കറക്കി കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും. ചട്ടി നേരത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, വേഗം ചൂടായി കിട്ടി. ഇങ്ങനെ പൊരിച്ച് എടുക്കുകയാണ്, ഓംലെറ്റായിട്ടല്ല, പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് പപ്പടം കൂടി റെഡിയാക്കുന്നുണ്ട്. കാരണം മോന് വലിയ പപ്പടം ആണെങ്കിൽ ആളത് പൊട്ടിച്ചിട്ട് കുറേ പീസ് ഇങ്ങനെ താഴെ പോവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കളയാതെ അല്ലെങ്കിൽ നിലത്ത് മുഴുവൻ കളഞ്ഞിട്ട് പിന്നെ അത് മുഴുവൻ പൊറുക്കാൻ എടുക്കാറാവും. ഇങ്ങനെയാകുമ്പോൾ ആൾ ഓരോ പീസ് എടുത്ത് കഴിച്ചോളും. ഒട്ടും നിലത്ത് പോലെ വേസ്റ്റാക്കി കളയില്ല. അതുകൊണ്ട് അവനെ എപ്പോഴും ഇങ്ങനെ വറുത്തിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. ആൾ കുറച്ച് നേരമായി ചോറ് ചോദിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഊണുമേശയിലേക്ക് പോവാം. ആൾ ക്ഷമ കെട്ടിട്ട് നിൽക്കുകയാണ്. ആൾ സ്വന്തമായിട്ട് തന്നെ കുറച്ച് ചോറും കറിയും വിളമ്പിയിട്ടുണ്ട്. ഭയങ്കര കുറേ ക്വാണ്ടിറ്റി വിളമ്പിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആൾക്ക് വിശന്നിട്ടാണ് ചോറൊക്കെ വിളമ്പി വെച്ചത്. ഇനി ഞാൻ മാളുവിനുള്ള ചോറ് കൂടി വിളമ്പി റെഡിയാക്കി കൊടുക്കട്ടെ. സാമ്പാറാണത്. ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ നാളെ സാമ്പാർ പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഡെയിലി റുട്ടീൻ പോലെ ചെയ്യുമ്പോൾ ആ വീഡിയോ കൂടി പിടിച്ചിട്ടിടാം. പിന്നെ ഊണ് കഴിക്കാനിരുന്നാൽ വെള്ളം ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആദ്യം തന്നെ അത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അവരവിടെ ഊണ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഭരതേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളും ഭക്ഷണം കഴിച്ചു. അതിൻ്റെ പാത്രമൊക്കെ കഴുകി. അതിൻ്റെ വീഡിയോ പിടിച്ചില്ല. അത് കഴിഞ്ഞ് നാളെ ഞാൻ കടലയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കടല കറി വയ്ക്കാനാണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ടു. ഇതോടുകൂടി പിന്നെ കുറച്ച് നേരമൊക്കെ TV ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.